നമ്മൾ പറഞ്ഞ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിഫറെൻ്റ് യൂണിറ്റ് സിസ്റ്റങ്ങൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ പറഞ്ഞ് ആ യൂണിറ്റ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് നമുക്ക് പരിശോധിക്കാം. ഒരു യൂണിറ്റ് സിസ്റ്റത്തിലെ ഒരു ക്വാണ്ടിറ്റീനെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. പിന്നെ എന്നാ ചെയ്യാൻ പറ്റുന്നത്? മൂന്നാമതാണ് പറഞ്ഞ ടു റിലേറ്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് അനദർ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഡെറിവേഷൻ ഓഫ് ഇക്വേഷൻസ്. അപ്പം നമ്മളുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷനിൽ ഒരെണ്ണമാണ് ചെയ്യാൻ പോകുന്നത്. ദറ്റ് മീൻസ് ഡെറിവേഷൻ ഓഫ് ആൻ ഇക്വേഷൻ. ഡെറിവേഷൻ ഓഫ് ആൻ ഇക്വേഷൻ. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ പോകും. എന്നാ ചെയ്യാൻ പോണേ? സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ്. അതായത് ഇതൊരു സിമ്പിൾ പെൻഡുലാണെന്ന് കരുതുക. സിമ്പിൾ പെൻഡുലത്തിന്റെ നമ്മൾ ആ കെട്ടിയിടുന്നത്, ഇവിടെ ഒരു ഫിക്സഡ് പോയിന്റ്, ഇവിടെ ഒരു ബോബ് നമ്മൾ കെട്ടിയിടും. അതാണ് ഈ വരച്ചിരിക്കുന്നതെന്ന് കരുതുക. ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം. ഈ ബോബിനകം നമുക്ക് കറുപ്പിച്ചിട്ടേക്കാം. നമുക്കറിയാം ഇവിടെ ഒരു ഫിക്സഡ് ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇവനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിക്സഡ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ് വരയ്ക്കാം. അവിടുന്ന് എൽ ലെങ്ത് ഉള്ള ഒരു വയറേല് എം മാസുള്ള ഒരു ബോബ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആട്ടും. അപ്പം ഇത് ഇവിടുന്ന് അറ്റേ പൊസിഷൻ ഇങ്ങോട്ട് വരും. അതിനുശേഷം അവിടുന്ന് തിരിച്ച് ഇതിൻ്റെ ഈ പൊസിഷനോട്ട് തന്നെ വരും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. നമുക്കറിയാം അവസാനം ആ പെൻഡുലം വന്ന് ഈ പോയിന്റിലാണ് നിൽക്കണേ. അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് ആട്ടുമ്പോൾ ഈ വശത്തോട്ട് പോകും. പല വശത്ത് ഏത് ഹൈറ്റിൽ പോയാൽ അവിടം വരെയും വരും, അല്ല അതിനേക്കാൾ കുറവ് വരും. അവസാനം ഇത് ആടി 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 നിന്ന് ഏത് പോയിന്റിൽ വരും? ഈ ഫിക്സഡ് പോയിന്റ്, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ പോയിന്റിൽ വരും. അപ്പം ഇവിടെ ലെങ്ത് അല്ലെങ്കിൽ എല്ല് എന്ന് പറയുന്നത്, എല്ല് മാറ്റിക്കഴിഞ്ഞാൽ ഈ നീളം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആടുന്നത് ഇച്ചിരി പതുക്കെയായിരിക്കും, അല്ലേ? നീളം കുറവാണെങ്കിൽ ഇങ്ങനെ തട്ടി വിട്ടാൽ പെട്ടെന്ന് ആട്ടാൻ പറ്റും. സോ ലെങ്ത് ഈസ് എ ഫാക്ടർ ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ടൈം പീരിയഡ്. നമുക്ക് കണ്ടുപിടിക്കാൻ പോകേണ്ടത് ക്യാപിറ്റൽ ടി ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ. ഓസിലേഷന് എടുക്കുന്ന ടൈം പീരിയഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് എല്ല്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് മാസ്. പിന്നെ എന്തായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ ഒരെണ്ണമുള്ളത്? അവസാനം ഇത് ഈ പോയിന്റിൽ വന്ന് നിൽക്കുന്നല്ല ഞാൻ പറഞ്ഞേ, ഈ മുകളിലൊന്നും പോയി നിൽക്കുകയല്ല, തിരിച്ച് അത് ആദ്യം എങ്ങനെയായിരുന്നു അവിടെ വന്ന് നിൽക്കും. അങ്ങനെയെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അടുത്ത ഫാക്ടർ ഏതായിരിക്കും? ചിന്തിച്ചു പറ. എന്തുകൊണ്ടാണ് അത് താഴത്തോട്ട് തന്നെ അവസാനം നിൽക്കുന്നത്? That means that is due to g, small g. എന്നാണ് സ്മോൾ g? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലേ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം ജിയുടെ വാല്യൂ ഇൻ ദ കേസ് ഓഫ് അവർ എർത്ത്, ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ലക്ഷ്മി ഒന്നോടെ കട്ടായി. So g is the acceleration due to gravity, that is also depending to the time of oscillation. So we can write it as it also directly proportional to g. ഇത്രയും പോയിന്റ് മനസ്സിലായില്ലേ? ഞാൻ ടി കണ്ടുപിടിക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുകളെ കുറിച്ച് കുറച്ച് അറിവുകൾ എനിക്കുണ്ട്. ഇന്നതാണ് ഡയമെൻഷൻ എന്നൊക്കെ. അതുപയോഗിച്ചുകൊണ്ട് ഞാൻ ടൈം ഓഫ് ഓസിലേഷൻ കണ്ടുപിടിക്കാൻ പോവാം. സോ
ഇനി എല്ലാം ചേർത്തുകൊണ്ട് നമുക്കറിയാം ടി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്നതാണ് എം ഉണ്ട്, എൽ ഉണ്ട്, ജി ഉണ്ട്. എം റേസ് ടു എത്രയോ ഒരു പവർ, എം റേസ് ടു 1 or 2 അത്രയെന്ന് കാട്ടെ, എൽ റേസ് ടു എത്രയോ ഒരു പവർ, ജി റേസ് ടു എത്രയോ ഒരു പവർ. എമ്മിൻ്റെ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര പവർ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. സോ അൺനോൺ ക്വാണ്ടിറ്റി ആയ എക്സ് വൈ ഇസഡ് കൊണ്ട് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. അവസാനം എനിക്ക് ആ എക്സും വൈ ഇസഡും കണ്ടുപിടിക്കണം. സോ ഞാനൊരു ഇക്വേഷൻ എഴുതി. ടൈം പീരിയഡ് ടി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എം റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ജി റേസ് ടു ഇസഡ്. ഇനി ഞാൻ ഇതിനെ ഡയമെൻഷനിലേക്ക് ആക്കാൻ പോവാം. ഡയമെൻഷൻ എന്ന് പറയുമ്പം ഏത് ടേമുകളിലേക്ക് നമുക്ക് ആക്കണം? ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് മാസിന് ക്യാപിറ്റൽ എം, ലെങ്തിന് ക്യാപിറ്റൽ എൽ, ടൈമിന് ക്യാപിറ്റൽ ടി. ഇവിടെ in LHS there is only the time of period capital T. There we can write it as m raised to 0, l raised to 0, t raised to 1. That is directly proportional to m mass തന്നെ, m raised to x, capital L raised to y. What is g? g എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സ്മോൾ എ. ആക്സലറേഷൻ ഡയമെൻഷൻ എത്രയാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്? എൽ ടി റേസ് ടു മൈനസ് 2. വെരി ഗുഡ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എൽ ടി റേസ് ടു മൈനസ് 2 ഓൾ റേസ് ടു ഇസഡ്. കണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് പഠിക്കാൻ. സോ ഈ ഡയറക്ട്ലി പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി എനിക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1 is equal to a constant k into m raised to x, l raised to y. ഇനി ഞാനങ്ങ് ഓപ്പൺ ചെയ്യുവാണ്. എൽ റേസ് ടു ഇസഡ്, ടി റേസ് ടു മൈനസ് 2z. ശരിയല്ലേ? എൽ സ്ക്വയർ ആയി ടി റേസ് ടു മൈനസ് 2 into z. ഇനി വീണ്ടും റൈറ്റ് ഇറ്റ് ആസ് എം റേസ് ടു 0, എൽ റേസ് ടു 0, ടി റേസ് ടു 1, ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് k ഇൻറ്റു എം റേസ് ടു എക്സ് മാത്രമേ ഉള്ളൂ. എല്ലുവിൻ്റെ ഏതൊക്കെ ടേം ഉണ്ട്? 2 ടേം ഉണ്ട്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ സമം എ റേസ് ടു എം പ്ലസ് എൻ, എൽ റേസ് ടു വൈ പ്ലസ് ഇസഡ്, ടി റേസ് ടു മൈനസ് 2z. അപ്പം നമ്മൾ ഒരു പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മളൊരു ജനറലി എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് പറയണ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും പവറുകൾ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി ഇക്വേറ്റിംഗ് ദ പവേഴ്സ് ഓർ പവർ ഓഫ് എം എൽ ടി. ഇവിടെ എമ്മിൻ്റെ പവർ എത്രയാ? 0. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എം, എൽ എച്ച് എസിൽ 0 ഈക്വൽ ടു ആർ എച്ച് എസിൽ എത്രയേ ഉള്ളൂ? എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് ഈക്വൽ ടു 0. കിട്ടിയുണ്ടോ? ഇനി നമുക്ക് അടുത്തത് ചെയ്യണം. എക്സ് ഇപ്പം നമുക്ക് കിട്ടി 0. ഇനി നമ്മൾ എല്ലിൻ്റെ ചെയ്യാൻ പോവാണ്. കൺസിഡർ the power of L in LHS and RHS. Also in LHS, L raised to 0 is equal to y plus z. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചെഴുതാം y plus z equal to 0. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടിയുടെ കേസാണ്. എം എൽ ടിയുടെ കേസിൽ ടിയുടെ പവർ ഇവിടെ 1 ആണ്. സോ 1 ഈസ് ഈക്വൽ ടു മൈനസ് 2z ആർ എച്ച് എസിൽ. സോ ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പം എനിക്ക് നോക്കി ഇസഡ് ഇവിടെ കിട്ടി, വൈ പക്ഷെ കിട്ടിയില്ല. വൈയുടെ കൂടത്തിൽ ഇസഡോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ഇവിടെ കൊണ്ട് തന്നെ ചെയ്യാം y മൈനസ് 1/2 ഈക്വൽ ടു 0 ഓർ y ഈക്വൽ ടു പ്ലസ് 1/2. ശരിയല്ലേ? ഇസഡ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം
അപ്പൊ എനിക്ക് എല്ലാ ക്വാണ്ടിറ്റിയും കിട്ടി. എക്സ് എത്ര കിട്ടി? 0. എക്സ് എത്ര കിട്ടി? 0. വൈ എത്ര കിട്ടി? +1/2. ഇസഡ് എത്ര കിട്ടി? -1/2. ഇത് മൂന്നും കൂടെ ഞാൻ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുക. അപ്പം m⁻⁴ L⁻⁴ T⁻1 is equal to a constant k into m⁻⁴. x 0 അല്ലേ? L⁻y + z. അപ്പൊ എത്രയായിരിക്കും? L⁻y എത്രയാ കിട്ടിയേ? +1/2. ഒരു സെക്കൻഡ്. L⁻y + z. y + z is equal to 0. നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓരോ ഡയമെൻഷനെയൊക്കെ തിരിച്ചു കൊടുക്കുക. നമുക്ക് അവസാന ഇക്വേഷൻ ഏതിൽ മതി? LT എന്ന് പറഞ്ഞല്ല ഇക്വേഷൻ വേണ്ടേ അല്ലേ? ടൈം ഓഫ് പീരിയഡിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ അല്ലെ നമുക്ക് കിട്ടേണ്ടത് ഏതിലാണ്? ഈ എമ്മിനെ ആശ്രയിക്കും എന്ന് പറഞ്ഞ്, എല്ലിനെ ആശ്രയിക്കും എന്ന് പറഞ്ഞു, ജിനെ ആശ്രയിക്കും എന്ന് പറഞ്ഞു. അപ്പം m⁻x ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എക്സ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. L⁻y കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. G⁻z കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m⁻x, L⁻y, G⁻z. അതിനെ കോൺസ്റ്റന്റ് ഇട്ട് എഴുതി കഴിഞ്ഞാൽ T is equal to a constant into m⁻x എത്രയാ? 0. L⁻y എത്രയാ? 1/2. G⁻z എത്രയാ? -1/2. That is equal to a constant k into m⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. L⁻1/2 എന്ന് പറഞ്ഞാൽ ഒരു സാധനം ⁻1/2, ദാറ്റ് മീൻസ് √L ആണ്. അതുപോലെ G⁻−1/2 എന്ന് പറയുമ്പം 1/2 √G ആവും. മൈനസ് ഉള്ളത് കൊണ്ട് 1/√G ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് k ഇൻറ്റു √ കോമൺ ആയിട്ട് L/G എന്ന് എഴുതാം. ആ കോൺസ്റ്റന്റ് വാല്യൂ 2π ആണ്. ടൈം പീരിയഡ് T is equal to 2π √L/G. കേട്ടുണ്ടോ ഇക്വേഷൻ? കേട്ടിട്ടുണ്ടാവാം. ദിസ് ഈസ് ദ ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഇവിടെ ലെങ്ത് ഈസ് എ ഫാക്ടർ. ഇവിടെ മാസ് കൂടുന്നതനുസരിച്ച് നമ്മൾ കട്ടിയുള്ളതാണെങ്കിൽ പതുക്കെ ആടുകയുള്ളൂ. അപ്പോൾ അതൊരു ഘടകമാണ്. ജി ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു ഘടകമാണ്. നമ്മൾ ഇതിനെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിട്ട് എഴുതി, എം, എൽ, ജി. പക്ഷെ ഓരോന്നും എത്ര പവറാണെന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചു ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m⁻x, L⁻y, G⁻z. ഇവിടം കൊണ്ട് തീർന്നു കേട്ടോ ഇക്വേഷൻ. ഇതിനെയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആകുന്നത്. ഇനി നമ്മൾ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് തുടങ്ങുന്നത്. അപ്പൊ എന്നാ ചെയ്യണം? ഇവിടെ വരുമ്പോഴത്തേന് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നിൽക്കട്ടെ, ആ പാട്ട് അവിടെ കൊണ്ട് നിൽക്കട്ടെ. ഇനി നമുക്കറിയാവുന്ന ഡയമെൻഷണൽ ഫോർമുലയൊക്കെ നമ്മൾ എടുക്കാൻ പോവാണ്. ഡയമെൻഷണൽ ഫോർമുല എടുത്ത് എമ്മിൻ്റെയും എല്ലിൻ്റെയും ടിയുടെയും ടൈമിലായി. ഇവിടെ ടി മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാം എഴുതണം. m⁻0, L⁻0, T⁻1. ഇവിടെ m⁻x, L⁻y, G എത്രയെന്നാണ് കാർത്തി പറഞ്ഞത്? L⁻⁻2 അത് കൊടുത്തിട്ട് all⁻z കൊടുത്തു. m⁻0, L⁻0, T⁻1 ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് ഇവിടെയും കൊടുക്കാം, ഇവിടെയും കൊടുക്കാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാം. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ കേട്ടെ. ഈക്വൽ ടു എ കോൺസ്റ്റന്റ് m⁻x, L⁻2 കൊണ്ട് ഇവിടെ സ്ക്വയർ വരും അല്ലേ? സ്ക്വയർ അല്ലേ ഇസഡ് വരും. അപ്പം L⁻y ഇസഡും ഉള്ളത് കൊണ്ട് കൂട്ടി L⁻y + z, T⁻−2z വരും. ഇനിയൊന്നുമില്ല, ഓരോന്നിൻ്റെയും പവറിനെ ഇക്വേറ്റ് ചെയ്യുക. എമ്മിൻ്റെ ഇവിടെ എത്രയാ? 0. എക്സ് 0, എല്ലിൻ്റെ 0, y + z 0 ആയി. അപ്പം അതിനകത്ത് y + z 0. അപ്പോൾ y = -z. എങ്ങനെ വേണം എഴുതാം? അങ്ങനെ അവിടെ കിടക്കട്ടെ.
ടി ഡി ഇവിടെ 1 ഈക്വൽ ടു -2z, അതിനകത്ത് z ഈസ് ഈക്വൽ ടു -1/2 നടക്കുക. ആ കിട്ടിയ ഇസഡിനെ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം വൈയുടെ വാല്യൂ +1/2 എന്ന് കിട്ടും. ഇനിയൊന്നുമില്ല, കിട്ടിയ എക്സിനെയും വൈനെയും ഇസഡിനെയും നമ്മുടെ ജനറൽ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് റേസ് ടു എക്സ്, എൽ റേസ് ടു വൈ, ജി റേസ് ടു ഇസഡ്, ഇതായിരുന്നു അതിനെ ആശ്രയിക്കുന്ന പാരാമീറ്റേഴ്സ്. സോ എം റേസ് ടു 0, എൽ റേസ് ടു 1/2, ജി റേസ് ടു -1/2. 1/2 എന്ന് പറഞ്ഞാൽ സംതിങ് റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ടാണ് കേട്ടോ. അപ്പം അത് നിങ്ങൾക്കറിയാവോ, 4 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം എത്രയാണ്? 2. 16 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 4. ഇനി 1 അല്ലെങ്കിൽ 4 റേസ് ടു -1/2 എന്ന് പറഞ്ഞാൽ എന്നാണ്? ആദ്യം 4ന്റെ റൂട്ട് കാണണം, 2, അത് 1/2 ആയിരിക്കും. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാം. എൽ റേസ് ടു 1/2നെ റൂട്ട് എൽന്ന് എഴുതി, ജി റേസ് ടു 1/2നെ റൂട്ട് ജി എന്ന് എഴുതി, പക്ഷെ മൈനസ് ഉള്ളതുകൊണ്ട് താഴത്തേക്ക്. സോ ടി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഈ വർഷം അടുത്ത വർഷം എല്ലാം പഠിക്കാനുള്ളതാണ്. ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ടി ഇസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. പറഞ്ഞേ, ടൈം പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇസ് ഈക്വൽ ടി ഇസ് ഈക്വൽ ടു 2π root of L by G. 2π root of L by G. ഇതിപ്പം വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എ ബൈ ബി ഇൻ ദ ഗിവൺ ഇക്വേഷൻ? എയും ബിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ ഡയമെൻഷൻ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് നമുക്ക് എയുടെയും ബിയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കണ്ട. മനസ്സിലായോ? എയുടെയും ബിയുടെയും ഡയമെൻഷൻ ചെയ്യണ്ട. ഇനി പി എന്ന് പറയുന്ന പ്രഷറാണ്. അപ്പൊ നമുക്ക് ഇടതുവശം കിട്ടി, പ്രഷറിന്റെ ഡയമെൻഷൻ എഴുതി. ഓക്കെ, എക്ക് ഡയമെൻഷൻ ഇല്ല, ആദ്യം ബി കണ്ടുപിടിക്കാൻ പോവാ. പേനെ വിട്ട്, അല്ലെങ്കിൽ ആദ്യം എ കണ്ടുപിടിക്കാം. പിയുടെ ഡയമെൻഷൻ തന്നെ ആയിരിക്കുമല്ലോ എയുടെ ഡയമെൻഷൻ. നമ്മൾ അങ്ങനെയല്ലേ ഇക്വേഷൻ പഠിച്ചേക്കുന്നത്? ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡയമെൻഷൻ ഉണ്ട്, ഇതിന്റെ ഡയമെൻഷൻ ഉണ്ട്, ഇതിന്റെ മൊത്തം ഡയമെൻഷനും സെയിം ആയിരിക്കും. ഇതിന്റെ ഡയമെൻഷൻ തന്നെയാണ് ഇതിന്റെ ഡയമെൻഷൻ, അതിന്റെ ഡയമെൻഷൻ ആണ് തന്നെയാണ് ഇതിന്റെ ഡയമെൻഷൻ. എയുടെയും ബിയുടെയും ഡയമെൻഷൻ ഒന്നാണെങ്കിൽ എയുടെ ഡയമെൻഷനും ഏത് തന്നെയായിരിക്കും? ml റേസ് ടു -1 d റേസ് ടു -2 ആയിരിക്കും. ഇനി ബിയുടെ കണ്ടുപിടിക്കാന് നമ്മളിങ്ങനെ എഴുതി, പി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ, ടൈമിന്റെ സ്ക്വയർ, ഡിവൈഡ് ബൈ ബി കോൺസ്റ്റന്റ് ആണ്, എക്സ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അടിയിൽ ഒരു എൽ ഉണ്ട്, അത് മുകളിൽ പോയപ്പം എൽ ടി സ്ക്വയർ എൽ റേസ് ടു -1 ആയി. ഡയമെൻഷൻ ഓഫ് ബി കാണാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഹരിച്ചു. അപ്പൊ ടി സ്ക്വയർ എൽ റേസ് ടു -1 ഡിവൈഡഡ് ബൈ എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. എൽ റേസ് ടു -1 രണ്ടും വെട്ടിപ്പോയി. അപ്പം എം താഴെ ഒരെണ്ണം ഉണ്ട്, അത് മുകളിൽ പോകുമ്പോൾ എം റേസ് ടു -1 ടി, ഇത് മുകളിൽ പോകുമ്പോൾ പ്ലസ് ആകും. അപ്പൊ എം റേസ് ടു -1 ടി റേസ് ടു -4. അതാണ് ബിയുടെ, ഇതാണ് എയുടെ. കണ്ടോ, ഇത് എയുടെ, ഇത് ബിയുടെ. ഇനി എ ബൈ ബി കാണുക. ml raised to -1 t raised to -2 divided by m raised to -1 t raised to 4. m ഒരെണ്ണം താഴെയുണ്ട്, മുകളിൽ പോകുമ്പോൾ എം സ്ക്വയർ, എല്ല് മുകളിൽ മാത്രമേ ഉള്ളൂ, എൽ റേസ് ടു -1 ടി റേസ് ടു -2 മുകളിലുണ്ട്, 4 മുകളിൽ പോകുമ്പം -4 -6 ടി റേസ് ടു -6. ഇത് നല്ല വൃത്തിയായിട്ട് എഴുതി, ഹോംവർക്ക് ആയിട്ട് എഴുതി, നാളെ വൈകുന്നേരം സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്സ് ടു ഓൾ, ബൈ ബൈ. നിങ്ങൾ ഇങ്ങനത്തെ ആ റിയാക്ഷനകത്ത് ഇതിട്ടിട്ട് പോകണം കേട്ടോ. വിഷ് യു ഓൾ സക്സസ്. ഗുഡ് നൈറ്റ് ഓൾ. ഇത് നാളെ ഗ്രൂപ്പിൽ അയക്കും, അപ്പൊ ചെയ്ത് അയക്കണം എനിക്ക്.